പത്തനംതിട്ട ആറന്മുളയിൽ ജലനിരപ്പ് ഉയർന്നു. മൂഴിയാർ അണക്കെട്ടിലെ ജലം എത്തിയതോടുകൂടി ഇനി 2 അടിയോളം കൂടി ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം ഇന്ന് മഴ മാറി നിന്നത് ആശ്വാസമാണ്. ആറന്മുളയിൽ നിന്ന് സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, ഇപ്പോൾ ഈ ആറന്മുളയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഈ മൂഴിയാർ അണക്കെട്ടിലെ ജലം ഇനി 2 അടി മാത്രമാണ് ഉയരാൻ സാധ്യത എന്നാണ് വിവരങ്ങൾ വരുന്നത്. എന്താണ് നിലവിൽ അവിടുത്തെ സ്ഥിതി? അവധിക്ക് ഞാൻ ഇപ്പോൾ ഉള്ളത് ആറന്മുളയിലാണ്. ആറന്മുളയിൽ ജലനിരപ്പ് ഉയരുന്നൊരു കാഴ്ചയാണുള്ളത്. 2 അടിയോളം ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. പ്രധാനമായി ഈ ആറന്മുളയിൽ ജലനിരപ്പ് ഉയരാൻ കാരണം മൂഴിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് തുറന്നുവിട്ട ഡാമിലെ വെള്ളവും ആറന്മുളയിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി പത്തനംതിട്ട ശബരിമല വനമേഖലയിൽ ശക്തമായ മഴയായിരുന്നു. ആ മഴയെ തുടർന്നാണ് ഇപ്പോൾ ഈ ആറന്മുളയിലേക്കൂടി പമ്പയാറിൽ കൂടെ ജലം എത്തുകയും ഇപ്പോൾ വലിയ തരത്തിൽ വെള്ളം വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് ബോട്ടിൽ എത്തിയ ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പല ആളുകളെയും കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആറന്മുളയിലാണുള്ളത്. ആറന്മുളയിൽ ഈ റോഡിലെല്ലാം തന്നെ വെള്ളം കെട്ടിക്കിടക്കുവാണ്. ആ ഉൾപ്രദേശത്തിലേക്ക് ഇപ്പോഴും ആളുകൾക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആളുകളെ നടന്നു പോകാൻ അസാധ്യമാണ്. അതുകൊണ്ടാണ് ചെറുവള്ളങ്ങളിലും വലിയ ബോട്ടുകളിലും എത്തിച്ച് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമുള്ളത്. നമ്മൾ രാവിലെ ഇവിടെ വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തുനിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം അപ്പുറത്ത് നമ്മൾ നമ്മുടെ വാഹനത്തിൽ പോയി അവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ സമയത്തൊന്നും ഈ റോഡിൽ വെള്ളമേ ഇല്ലായിരുന്നു. എന്നാൽ പിന്നീടാണ് ഇത്രയധികം ജലനിരപ്പ് ഉയർന്നൊരു സാഹചര്യം ഉണ്ടായത്. ചേട്ടാ, വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. എവിടെ വീട്? ഞങ്ങൾ ഇവിടെ അപ്പുറത്ത് ചെറിയ ബോട്ടിൽ കയറി വരും. രാവിലെ ഇത്രയും ജലമില്ലായിരുന്നു. ഇറങ്ങിപ്പോയതായിരുന്നു. പിന്നെ വീണ്ടും വരും. രാവിലത്തെക്കാട്ടി കൂടി, ഇന്നലത്തേനും കാട്ടിലും കൂടുതലാ. ആളുകൾ പറയുന്നതാണ് കൃത്യമായി. കാരണം ജലനിരപ്പ് ഉയരുന്നൊരു കാഴ്ച രാവിലത്തെക്കാട്ടും വെള്ളം വർദ്ധിച്ചിട്ടുള്ള വസ്തുതയാണ്. കാരണം നമ്മൾ രാവിലെ ഈ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്ത് പോയതാണ്. കാര്യമായ ഒരു പ്രശ്നവും ഇവിടെ അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ പിന്നീടാണ് ഇത്രയധികം ജലനിരപ്പ് ഇവിടെ ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇതുതന്നെയാണ്. കാരണം പമ്പയാറ്റിൽ നിന്നുള്ള വെള്ളം ധാരാളമായി ഈ ആറന്മുളയിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വരുന്നു എന്നതുകൊണ്ടാണ് ഇത്രയധികം വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. ഇനിയും ഒരുപക്ഷെ കുറച്ചുകൂടെ വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്. കാരണം മൂഴിയാർ ഡാം 2 ഷട്ടറുകൾ തുറന്നിരുന്നു. പിന്നീട് ഒരു ഷട്ടർ അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഏതാണ്ട് 4-5 മണിക്കൂർ എടുക്കും ഈ ആറന്മുള ഈ ഭാഗത്തേക്ക് ജലം എത്തുവാൻ വേണ്ടി. അതിൻ്റെ സാഹചര്യം കൊണ്ടാണ് ഇത്രയധികം ജലനിരപ്പ് ഉയർന്നത്. എന്നാൽ ഇത് ഇനി രാത്രികാലങ്ങളിൽ മഴ പെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ മഴയുടെ ശക്തി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, രാത്രിയും ശക്തമായ മഴയില്ലെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ മാറാനുള്ള സാഹചര്യമുണ്ട്. ഈ പത്തനംതിട്ട ഈ റാന്നിയിലെ ജലനിരപ്പും അത്തരം പ്രളയപരമായ പ്രശ്നങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാം. അവിടെ പ്രളയക്കെടുതി. എന്നാൽ അവിടുന്ന് വെള്ളം ഇറങ്ങുമ്പോൾ വെള്ളം എത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഈ ഭാഗങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം വെള്ളം കയറുന്നത്. ചേച്ചി, വെള്ളം രാവിലത്തെക്കാളും കൂടിയിട്ടുണ്ട് അല്ലേ? കൂടിയിട്ടുണ്ട്. വീട് ഇവിടെ അങ്ങോട്ട് പോകണം. വെള്ളം വീട്ടിൽ കയറുന്നുണ്ടോ? വീട്ടിൽ ഇന്നലെ എല്ലാം അവിടുന്ന് പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ ഇപ്പം റോഡിൽ ഇങ്ങനെ കൊച്ചു വഴിയിൽ കയറാറായി ഇങ്ങനെ നിൽക്കുക. എല്ലാം തയ്യാറായിട്ട് നിൽക്കുക. പിന്നെ വീട് പോലും ഇല്ലായിരുന്നു. എല്ലാം ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും മൊത്തം 2018 ഈ വർഷം ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പേടിച്ച് ഇങ്ങനെ ഇരിക്കുക. വയ്യാത്തവരൊക്കെ വീട്ടിലുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ സേഫ് ആണ് അല്ലേ? മഴ പെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ലായിരിക്കും. എനിക്ക് തോന്നുന്നു രാവിലെ ഒന്നും ഇവിടെ വെള്ളം, ഞങ്ങൾ വരുമ്പോൾ റോഡിൽ കൂടെ രാത്രിയായപ്പോൾ ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു. ഞങ്ങൾ കോഴഞ്ചേരിക്ക് പോകാൻ നേരം പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുക്കിട്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി ലൈവ് ചെയ്തതുമാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ രാവിലെ വെള്ളമില്ലായിരുന്നു. രാവിലെ മുതൽ പിന്നീടാണ് 10 മണിയോടെയാണ് വെള്ളം കൂടി തുടങ്ങിയത്. ഇപ്പോൾ ഇത്രത്തോളം ജലമായി മാറിയിരിക്കുകയാണ്. അതായത് ആളുകളെ ബോട്ടിലാണ് രക്ഷപ്പെടുത്തുന്ന കാഴ്ചകളൂടെയാണ് റെസ്ക്യൂ പ്രവർത്തകർ നടത്തുന്ന കാഴ്ചകൾ, ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ചേട്ടാ, ഈ വെള്ളം കൂടുകയാണല്ലോ, കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ എന്തായാലും ആളുകൾക്ക് സുരക്ഷിതമായി എത്തിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇവിടുത്തെ ആറന്മുള നമുക്കറിയാം 2018 വലിയ പ്രളയത്തെ നേരിട്ട ഒരു നാടാണ്. ആ നാട്ടിലെ ജനങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് അതിൽ നിന്നൊക്കെ അതിജീവിച്ചൊരു ജനത കൂടിയാണ്. 2018 ശേഷം ഒരുപക്ഷെ ഇത്രയും വലിയൊരു പ്രളയം അവർ കാണുന്നത് ഇത്തവണയാകാം എന്നാണ്
എന്തായാലും അപ്പോൾ ഈ ഇവിടെ ആറന്മുളയിൽ ജലനിരപ്പ് ഉയർന്നു. ഇത് പ്രധാനമായി ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ മഴവെള്ളത്തിനൊപ്പം തന്നെ ഡാമിലെ വെള്ളം കൂടി എത്തുന്നതോടുകൂടിയാണ് ഈ പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മുന്നറിയിപ്പുകൾ സർക്കാർ നൽകുന്നത് പാലിക്കുക എന്നാണ് മന്ത്രി PC വിശ്വനാഥ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. അതുതന്നെയാണ് ചെയ്യേണ്ടതും. ജനങ്ങൾ ജാഗ്രത പാലിക്കുക, മാറി താമസിക്കേണ്ട ആളുകൾ മാറി താമസിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നിശ്ചയമായും ചെയ്യേണ്ടത്. അത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. എന്തായാലും ആറന്മുള ഇപ്പോൾ ഈ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മണിക്കൂറുകൾ വെള്ളം ഓരോ മണിക്കൂറും കൂടിക്കൊണ്ടിരിക്കുക. ചേട്ടാ, വെള്ളം കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? വെള്ളം ഇപ്പം നിലവിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് പിന്നെ വലിയ ശക്തിക്ക് മെനഞ്ഞാത്ത പോലെ വരുന്നില്ല, എങ്കിലും ഇപ്പം വെള്ളം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ മൂഴിയാർ ഡാമിലെ വെള്ളം കൂടെ എത്തിയോണ്ടായിരിക്കും ഇത്രയും കൂടിയിട്ടില്ലേ? അതെ അതെ. സ്വാഭാവികമായിട്ട് ഇനിയിപ്പം അവിടെ മഴയുടെ ശക്തി കുറഞ്ഞാൽ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ മാറാൻ ഈ വയലുകളെല്ലാം ഫില്ലായി കിടക്കുക. അതുകൊണ്ട് വെള്ളം ഇറങ്ങിപ്പോകുന്നത് ഇനി കോഴിപ്പാലം വഴി ഒറ്റ വഴിയല്ലേ ഉള്ളൂ ഇറങ്ങി പോകാൻ. അതുകൊണ്ട് താമസിക്കും വെള്ളം ഇറങ്ങാൻ. അത് തന്നെ കുറേ കുറയും. 2-3 ദിവസത്തിലും കഴിയും. 2018 മാത്രമാണ് ഇത്രയും വെള്ളം. 2018 ഇത്ര ഇതിൽ വെള്ളം വന്നത്. അതിനുശേഷമുള്ള വലിയ പ്രളയമല്ലേ? അതാ. 2018 ഈ ഏരിയയിലൊക്കെ എങ്ങനെയായിരുന്നു? ഈ ഏരിയയിലെ ഫുള്ള് വെള്ളമായിരുന്നു അന്ന്. പിന്നെ അത് കണ്ടമാനം വെള്ളം കളന്നിരുന്നു. ഇതിൽ കൂടുതൽ വെള്ളമായിരുന്നു. ഇപ്പം നിലവിൽ അത്രയും വെള്ളമൊന്നും ഇല്ല. അവസ്ഥയിലായി. റോഡിൽ കൂടെ വണ്ടി പോകുന്ന സ്ഥലത്താണ് ഇപ്പം വെള്ളം പോകുന്നത്. റോഡിൽ കൂടെ വള്ളം പോയിക്കൊണ്ടിരുന്ന റോഡിൽ കൂടെയാണ് ഇപ്പോൾ ഒരു വാഹനം പോകും. അപ്പോൾ നമുക്ക് യാത്രക്കാർ പോകുമ്പോൾ ഏകദേശം കാണാൻ സാധിക്കും ഈ റോഡിലെ ഒരു അവസ്ഥ എത്രത്തോളമാണ്. ഈ നടുക്കത്തെ മെയിൻ റോഡ് ആറന്മുളയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് പോകുന്ന ആ മെയിൻ റോഡാണ് കാണുന്ന. ആ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സൈഡിൽ കൂടെയുള്ള വഴികളിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ പുഴ ഏതാ വഴി ഏതാ എന്നറിയാൻ പറ്റാത്ത വിധം വെള്ളം കയറിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് പറയാം. എന്നിരുന്നാൽ പോലും ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് പോകേണ്ടതിൽ ആവശ്യമില്ല. ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുകയും ക്യാമ്പിലേക്കൊക്കെ ആളുകൾ എത്തിക്കുന്നുണ്ട്. ആ തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാമെന്ന് തന്നെയാണ് കരുതുന്നത്. അവന്തിക. ശരി, സുജുട്ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.